ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. ഇപ്പം ഏകദേശം ഒരു കപ്പോളം ഉണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വലിയ അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് പിന്നെ ഒന്ന് ചെറിയ അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുത്തിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം വറുത്ത അരിപ്പൊടിയാണ്, പാക്കറ്റിൽ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയില്ലേ അത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്കും അതിൻ്റെ കട്ടകളൊക്കെ പെട്ടെന്ന് പോകും. എല്ലാ കട്ടകളെല്ലാം നന്നായിട്ട് ഉടഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണേ. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഇത് നമുക്കിത് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കത്തിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ അത് തിക്കായി വന്നിട്ടുണ്ട്. തിക്കായി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ഒരു പാകത്തിന് ആയിട്ടുണ്ട്. അത് നമുക്കതങ്ങ് ഉരുട്ടിയിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. പെട്ടെന്ന് തണുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തുറന്ന് വെക്കണ്ട, അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഡലി ചെമ്പ് അടുപ്പത്ത് വെക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് ഒരു തൊട്ടും കൂടെ അതിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ഇടിയപ്പത്തിൻ്റെ അച്ചാർ ചെറിയ ഹോൾസ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. ചൂടുണ്ട്, എന്നാലും നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉരുട്ടിയിട്ട് അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഇഡലി തട്ടിലേക്ക് തേങ്ങ ഇടണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ ഇടണമെന്നില്ല. ഞാൻ പക്ഷേ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇഡലി തട്ടിലേക്ക് അങ്ങ് ഇടിയപ്പാക്കി കൊടുക്കാം. നല്ല സ്മൂത്തായിട്ടാണ് കേട്ടോ വരുന്നത്. എല്ലാ ഇടിയപ്പവും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഇഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിപ്പം അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒറ്റ തട്ടേ വരാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ തട്ട് അതിൻ്റെ മുകളിൽ വെക്കുമ്പം ചിലപ്പോൾ അതിൻ്റെ അടിയിലത്തെ ഭാഗത്ത് ഒന്ന് പ്രസ്സായി പോകും. ആ സമയത്ത് നമുക്ക് അടുത്ത സെറ്റും കൂടെ ആക്കിയെടുക്കാം. ഞാനതൊരു 3 ഇടിയപ്പം കൂടി ആക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി കുഴക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്, ഉപ്പ് എല്ലായിടത്തും ഒരേപോലെ കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഒരു ഉരുളയെടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് തിന്നായിട്ടൊന്ന് നമുക്ക് പരത്തി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ തിന്നായിട്ട് പരത്തി ഒരു ബൗൾ പോലെ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തേങ്ങ പഞ്ചസാരയും കൂടെ വെച്ച് കൊടുക്കാം. ഇതിൽ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എനിക്ക് പിന്നെ ഏലക്ക ഇടാതെ കഴിക്കുന്നതാണ് ഇഷ്ടം. അത് നമുക്ക് ഇതുപോലെ അങ്ങ് മടക്കി അങ്ങ് വെച്ച് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയിട്ടായാലും വെക്കാം. ഞാനങ്ങ് ഉരുട്ടിയെടുക്കുകയാണേ. നന്നായിട്ട് നല്ല ഷേപ്പിൽ ഉരുട്ടി അങ്ങ് എടുക്കാം. അടുത്തതും അതേപോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കാം. ഇപ്പോൾ 4 കൊഴുക്കട്ടയാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്നതിന് 1/2 കപ്പ് തേങ്ങയും ഈ പറഞ്ഞിരിക്കുന്ന അളവ് പഞ്ചസാരയൊക്കെ തന്നെ മതിയാകും. അപ്പം കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അത് വെന്തിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുക്കാം. എന്നിട്ട് നമ്മുടെ അടുത്ത സെറ്റ് കൊഴുക്കട്ടയും ഇടിയപ്പവും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കൊഴുക്കട്ട എടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ടും വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ചെരിഞ്ഞു പോകും. അതൊരു 10 മിനിറ്റൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങ് എടുക്കാം. ഇപ്പോൾ ഇടിയപ്പം ഒന്ന് തണുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് തണുക്കുമ്പോൾ തന്നെ നമുക്കിതിങ്ങ് എടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഇങ്ങ് ഇളകി വരുന്നുണ്ട്. കൈകൊണ്ട് ഇങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. തേങ്ങ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഇടിയപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ട, ഓറഞ്ച് കൊഴുക്കട്ട, അതും നമുക്കിങ്ങ് എടുക്കാം. കൊഴുക്കട്ട ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുക കേട്ടോ നല്ലത്. ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണം കേട്ടോ. പക്ഷേ ഞാൻ ഓറഞ്ചും വൈറ്റും കൂടെ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമുക്ക് ഒരു കൊഴുക്കട്ട എടുത്ത് വെച്ച് ഒന്ന് കട്ട് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് കട്ടാവുന്നുണ്ട്. അടിപൊളി, നല്ല ഭംഗിയായിട്ട് കേട്ടോ കാണാൻ. ഓറഞ്ചും വൈറ്റും കൂടി ഒരു കോമ്പിനേഷനിൽ. ഇപ്പോൾ ക്യാരറ്റിന് പകരം ബീട്രൂട്ട് വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ബീട്രൂട്ടിൻ്റെ ഒരു റോട്ട് ടേസ്റ്റ് ഇല്ലേ, അത് ശരിക്കും നമുക്ക് എടുത്തറിയാൻ പറ്റും. പക്ഷെ ക്യാരറ്റിന് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ ഒന്നും മനസ്സിലാവുന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. കുട്ടികളൊക്കെ തീർച്ചയായിട്ടും കഴിച്ചോളും. കാണാനും നല്ല ലുക്കല്ലേ. ഇനി നമുക്ക് ആദ്യം കൊഴുക്കട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം വരെ ഒന്നും ഇരിക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ആയതുകൊണ്ട് ഇടക്കിടയ്ക്ക് എടുത്ത് തിന്നു പോവും. ഒന്ന് കഴിക്കട്ടെ. അടിപൊളി.
നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും ഇത് കാണുമ്പോൾ. ഒരു ഓറഞ്ചും വൈറ്റും കൂടെ ഒരു കോമ്പിനേഷനിൽ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് സംഭവം തന്നെയാണ് അല്ലേ കൊഴുക്കട്ട. അപ്പോൾ പിന്നെ ഈ ഒരു പുതുമയോട് കൂടിയിട്ടുള്ള കൊഴുക്കട്ടയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമുക്ക് ഇടിയപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇടിയപ്പത്തിന് ഞാൻ ഉണ്ടാക്കിയത് മുട്ടക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഇടാം. മുട്ടക്കറി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുട്ടക്കറിയും ഇടിയപ്പം ഒരേ കളറിലാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. ശരിക്കും ഇടിയപ്പത്തിന് എനിക്ക് തോന്നുന്നു സ്റ്റൂ ആണ് കുറച്ചും കൂടെ കാണാൻ ഭംഗി ഉണ്ടാവുമെന്ന്. കാരണം ഓറഞ്ചും വൈറ്റ് കളർ കറിയും കൂടി ആകുമ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും തോന്നുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയ സമയത്ത് അത് ഓർത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഒന്ന് കഴിക്കട്ടെ. പെർഫെക്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇടിയപ്പം മുട്ടക്കറിയും കഴിച്ചവർക്ക് അറിയായിരിക്കുമല്ലോ. അടിപൊളിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.